ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു യാത്രയാണ് കാണിക്കുന്നത്. യാത്രയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ അനിയത്തിയുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കണ്ട ചെറിയ വിഷ്വൽസാണ് നമ്മൾ കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് 2 പ്രാവുകളെ കണ്ട് അത് ക്യാപ്ചർ ചെയ്തതാണ്. നമ്മൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ജ്വല്ലറിയിലാണ് വന്നത്. അവൾക്ക് ഒരുപാട് നാൾ കൊണ്ടുള്ള ഇഷ്ടമായിരുന്നു സെക്കൻഡ് സ്റ്റഡ് കുത്തുകയെന്ന്. വേറെ ഒന്നുമല്ല, കുഞ്ഞാഗ്രഹമാണ്. നമുക്ക് കുഞ്ഞാഗ്രഹമായിരിക്കും, പക്ഷെ അവൾക്കത് വലിയ ആഗ്രഹമാണ്. ചിരി കണ്ടില്ലേ? അപ്പോൾ അവൾ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കമ്മലും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്യുകയാണ്. ബാക്കിൽ അമ്മ വേദനിക്കുമെന്ന് പറഞ്ഞ് കൂടെ തന്നെ നിൽക്കുവാണ്, മുടിയൊക്കെ ഒതുക്കി. ഞാൻ പറഞ്ഞ് അമ്മ കൈയൊക്കെ മാറ്റി നിൽക്കുക, വീഡിയോ എടുക്കുന്നെന്ന്. പിന്നെ അമ്മമാരങ്ങനെയാണല്ലോ. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള കമ്മലൊക്കെ അവൾ സെലക്ട് ചെയ്തിട്ട്, അവൾക്ക് അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പേടിയുണ്ടോ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് നടക്കാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും മുഖത്ത്. വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുവാണ്. അങ്ങനെ കമ്മലെല്ലാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആ പരിപാടിയിലോട്ട് കിടക്കുവാണ്. അവളെല്ലാത്തിനും ഓക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കടയിലെ ആൾക്കാരൊക്കെ ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. ഞങ്ങൾ വിചാരിച്ച് കരയും വേദനിക്കും പോലെയൊക്കെ കാണിക്കും, ക്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ ഇടുമെന്ന്. ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു, അതാണ് സത്യം. കാത് കുത്തിയിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പറയാൻ ചെയ്തു, ഒന്ന് എന്തെങ്കിലും എക്സ്പ്രഷൻ ഇടടി, വീഡിയോ എടുക്കുമല്ലേ. അപ്പോൾ അവൾ അതിനും ചിരിക്കുന്നു. അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് അടുത്ത കാതിൽ കുത്തിയപ്പോഴും സെയിം റിയാക്ഷൻ. അവർ പറയുകയും ചെയ്തു, ഈ കുട്ടിക്ക് എന്താ വേദനിച്ചില്ലേ? ഞാൻ പറഞ്ഞു വേദനിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണും കണക്ക് അവളിങ്ങനെ എക്സ്പ്രഷൻസ് ഒന്നും വാരി എറിഞ്ഞിട്ടില്ല. ആൾക്ക് വേദനിച്ചിട്ടുണ്ടാവും. എന്തായാലും കാത് കുത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വേദനയൊക്കെ, അപ്പോഴാണ് പുള്ളിക്കാരി വേദനയാണെന്ന് പറഞ്ഞു തുടങ്ങിയത്. അത് പിന്നെ നമ്മൾ കാതൊക്കെ കുത്തുമ്പോൾ അങ്ങനെയാണല്ലോ, കൈ കയറി തട്ടും, മുടി കയറി കുരുങ്ങും, ഉടുപ്പ് കയറി തട്ടും, അങ്ങനെയൊക്കെ. എന്നിട്ട് വേദനിച്ചതെന്ന് വെച്ചപ്പോൾ ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. ഞാൻ ഓക്കെ ആണോ പറഞ്ഞു, ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ചിരി കണ്ടില്ലേ, അവൾ ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നടന്നിട്ട് വീടെത്തിയപ്പോഴത്തേക്കും നമ്മുടെ കസിൻ നമ്മുടെ വാവയുടെ ഫോട്ടോ അയച്ചു തന്നേക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അമ്പാടിക്കുട്ടൻ, അയ്യോ അമ്പാടിക്കുട്ടൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ചിരി കണ്ടില്ലേ. അമ്പാടി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓടി വീട്ടിൽ വന്ന് കുറച്ച് നേരം അങ്ങനെ അമ്പാടിയുടെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ഒരു കസിനാണ്, അവരുടെ മോളും വന്ന്. എന്നിട്ട് നമ്മൾ വീണ്ടും ഞാനും അച്ഛനും കൂടെ ഒരു യാത്രയിലോട്ട് പോയി. എന്നിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എല്ലാവരും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വൈകിട്ടായി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് എല്ലാം ഒറ്റ ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, പല ദിവസങ്ങളിലെ വീഡിയോ എല്ലാം കൂടെ ചേർത്ത് വെച്ചതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ അമ്പാടി പറഞ്ഞു ഞാനും വരുന്നെന്ന്. എന്നാൽ പോകാമെന്ന് പറഞ്ഞ് അമ്പാടി ഞാനും കൂടെ ഇറങ്ങി. അമ്പാടി ഭയങ്കര എൻജോയ്മെൻറ്റാണ്. വലിയ ആളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഒരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു. അപ്പോൾ അമ്പാടി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടേക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ചെണ്ടമേളം വരുമോ, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാനും അച്ഛനും പിന്നെയും പുറത്തോട്ട് പോയിട്ട് പിന്നെ വീട്ടിൽ വന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.